മായമേനോന്റെ കംപ്ലീറ്റ് ആർട്ടിസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൈലാഞ്ചി, അതായത് ഹെന്ന എങ്ങനെ മിക്സ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ ഷോപ്പിൽ എങ്ങനെയാണ് ഹെന്ന മിക്സ് ചെയ്യുന്നത്, അതാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. മൈലാഞ്ചി എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഫ്രഷ് മൈലാഞ്ചി കേട്ടോ. നമ്മൾ ഈ മൈലാഞ്ചി യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. മൈലാഞ്ചി നമ്മൾ ആധുനിക കാലം മുതലേ നമ്മൾ പൂർവികരൊക്കെ യൂസ് ചെയ്ത് വരുന്ന ഒന്നാണ് മൈലാഞ്ചി എന്ന് പറയുന്നത്. മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു കണ്ടീഷണറാണ്. തലയോട്ടിയിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ കുരുക്കള്, അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ, ഇതിനെയൊക്കെ തടയാൻ മൈലാഞ്ചി വളരെ നല്ലതാണ്. അതുപോലെ താരന് നല്ല ഫലപ്രദമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഹെന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. മുടിയുടെ വളർച്ചയെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഹെന്ന ഇടുന്നതിലൂടെ തലയോട്ടിക്ക് നല്ലൊരു തണുപ്പ് നൽകുന്നു. അതുപോലെ മുടിയുടെ അറ്റം പിളരുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ഹെന്ന ട്രീറ്റ്മെന്റിലൂടെ തടയുന്നു. മുടി കൊഴിച്ചിൽ തടയുന്നു. അതുപോലെ ഹെന്നയുടെ മൈലാഞ്ചിയുടെ നിറം ഒരു റെഡിഷ് നിറമാണ്. ആ ഒരു റെഡിഷ് നിറം നമ്മുടെ മുടിക്ക് നൽകുന്നു. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ കളറും കൂടിയാണ് മൈലാഞ്ചി എന്ന് പറയുന്നത്. ഇനി ഒരുപാട് ഗുണങ്ങളുണ്ട് മൈലാഞ്ചിക്ക്. അപ്പൊ ഞാൻ വീഡിയോ ലോങ് ആവേണ്ടിയിരിക്കും ഇത്രേ പറയുന്നു. അപ്പൊ എന്റെ കയ്യിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള മൈലാഞ്ചി ഞാൻ കാണിച്ചു തരാം. ഇതാണ് മൈലാഞ്ചി. ഇനി വേണ്ടത് 2 നെല്ലിക്കയാണ്. ഞാൻ ഇവിടെ 2 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ്. പിന്നെ ഒരു അലവേരോ, പിന്നെ തൈര്, കുറച്ച് കാപ്പിപ്പൊടി, പിന്നെ ഒരു വൈറ്റമിൻ ഇ ഓയിൽ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു അലവേര വേണം. അലവേര എടുത്തിട്ട് നമ്മൾ ഈ പഴുപ്പ് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. ഇത് മൊത്തത്തിൽ ഇട്ട് അടിക്കാറില്ല. എന്നിട്ട് അതൊരു സ്പൂൺ വെച്ച് ഇങ്ങനെ എടുക്കുക. കണ്ടോ, ഇങ്ങനെ എടുത്താ മതി. കണ്ടില്ലേ, ഇങ്ങനെ എടുത്താ മതി. ഇത് അപ്പൊ നമ്മൾ അലവേര ഇട്ട് കഴിഞ്ഞു. അതിങ്ങനെ നെല്ലിക്ക, അപ്പൊ നമ്മൾ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ ബോട്ടിൽ കപ്പ് മൊത്തം ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച് കാപ്പിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പൊ നമ്മളിവിടെ ഹെന്ന അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഓർഗാനിക് ആയിട്ടുള്ള ഹെന്ന കേട്ടോ. ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ ഈ ഹെന്ന ചോദിച്ച് ഒരുപാട് പേര് വരാറുണ്ട്. കുറച്ച് ഗ്രേ ഹെയർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇതുപോലെ ബീട്രൂട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ഒറിജിനൽ ആയിട്ടുള്ള ബീട്രൂട്ട് അരച്ച് വെച്ചിട്ടുള്ളതാണ്. ഈ ബീട്രൂട്ട് നമ്മളൊരു 2-3 സ്പൂൺ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ കുറച്ച് ഗ്രേ ഹെയർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ആ ഒരു കവറേജ് കിട്ടി കുറച്ചുകൂടി കളർ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബീട്രൂട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ബീട്രൂട്ട് വെറുതെ ഇതിലിടാം, ഒന്ന് മിക്സ് ചെയ്യുക, അത്രേ ആവശ്യമുള്ളൂ. ഞാൻ കാണിച്ചു തരാം. നമ്മൾ നന്നായി അരച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ ബീട്രൂട്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ വെക്കണം. ഒരു നൈറ്റ് മുഴുവൻ ഇങ്ങനെ വെച്ച് പിറ്റേ ദിവസം ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നല്ല കളർ വരും. നമ്മൾ ബീട്രൂട്ടിന്റെ ജ്യൂസ് പൗഡർ ഒന്നല്ല യൂസ് ചെയ്യുന്നത്. ഒറിജിനൽ ആ ബീട്രൂട്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ ഇതെല്ലാം അരച്ച് ചേർക്കുന്നത്. അപ്പൊ കുറച്ചുകൂടി നല്ല നാച്ചുറൽ ആയിട്ടുള്ള നല്ല കളർ കിട്ടും. ഇതാണ് നമ്മുടെ ഹെന്ന.
അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.